പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വെല്ലുവിളി ശബ്ദങ്ങൾ നമ്മുടെ ഭാവിക്ക് വിരോധമായി, നമ്മുടെ തലമുറകൾക്ക് അവരുടെ ഭാവിക്ക് വിരോധമായി, നമ്മുടെ കുടുംബത്തിന് വിരോധമായി, നമ്മുടെ ഭവനത്തിന്, നമ്മുടെ ദേശത്തിന്, ഏത് നിലവാരത്തിലുള്ളതാണെങ്കിലും ചില വെല്ലുവിളി ശബ്ദങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് പകലിൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ആ ശബ്ദം നിലയ്ക്കുവാനായിട്ട് പോവുകയാണ്, അതിൻ്റെ ശക്തി ക്ഷയിക്കുവാനായിട്ട് പോവുകയാണ്. തീർന്നില്ല, ആ വെല്ലുവിളി ശബ്ദം ലജ്ജിച്ച് തലതാഴ്ത്തി മടങ്ങുവാനായിട്ട് പോകുന്നു. അതേ സമയത്ത് ഇപ്പുറത്ത് ഇതിനപ്പുറം ഈ വെല്ലുവിളികളെ നിങ്ങൾ പരാജയപ്പെടുത്തിയതിനപ്പുറം നിങ്ങളെ തല ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവകരം നിങ്ങൾക്ക് അനുകൂലമായി ഇറങ്ങുവാനായിട്ട് പോകുന്നു. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനം എന്നുള്ള പ്രഭാത വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ ധാരാളമായി ഇന്ന് പകലിലും അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ദിനവൃത്താന്തം 32-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ യഹൂദ ദേശത്തിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അന്ന് ആ ദേശം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യെഹിസ്കിയാവ് എന്നുള്ള രാജാവാണ്. അതേ സമയത്ത് തന്നെ അശൂർ സാമ്രാജ്യത്തിൻ്റെ അസീറിയൻ എംപയറിൻ്റെ രാജാവായ സൻഹേരീബിത യഹൂദ ദേശം പിടിക്കുവാനായിട്ട് തൻ്റെ പടജനവുമായിട്ട് കടന്നു വരികയാണ്. ഇത് മനസ്സിലാക്കിയ യഹൂദ രാജാവായ യെഹിസ്കിയാവ് ടാക്ടിക്കലായിട്ട് ചില കാര്യങ്ങളൊക്കെ അതിന് പ്രതിരോധം തീർക്കുവാനായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഭാഗത്ത് താൻ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുമ്പോൾ തന്നെ തൻ്റെ പടനായകന്മാരെല്ലാം താൻ വിളിച്ചു ചേർത്ത് പറയുന്ന ചില പ്രത്യേക ശബ്ദങ്ങൾ ഇതേ അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം മുതൽ നമുക്ക് കാണാം. വായിക്കട്ടെ. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ. അശൂർ രാജാവിനെയും അവനോടുകൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്. അവനോടുകൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട്. അവനോടുകൂടെ മാംസഭുജമേയുള്ളൂ, നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു രാജാവ് എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് നാം അവിടെ കാണുകയാണ്. വളരെയധികം പ്രതികൂലം നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ ആ ദേശം കടന്നു പോകുമ്പോൾ ഒരു ഭാഗത്ത് ജനത്തെ ഭയപ്പെടുത്തുവാൻ, ജനത്തെ വിഷമിപ്പിക്കുവാൻ, ജനത്തെ ഭാരപ്പെടുത്തുവാനായിട്ട് ശത്രു രാജ്യം അല്ലെങ്കിൽ അശൂർ രാജ്യം ഒരുമിച്ച് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തിതാ ആ ജനത്തെ എല്ലാം ഒരുമിച്ച് കൂട്ടി അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് യെഹിസ്കിയാവ് രാജാവ് ആ ദേശത്തിലെ പടനായകന്മാരെ അഭിസംബോധന ചെയ്ത് ഇപ്രകാരം പറയുകയാണ്: നമ്മോട് കൂടെ ഒരു ദൈവമുണ്ട്. ആ ദൈവം മാംസഭുജം കൊണ്ടല്ല നമ്മളെ സഹായിക്കുന്നത്. ആ ദൈവം തൻ്റെ സർവശക്തിയുള്ള കരം നീട്ടി നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ഈ നമുക്ക് വിരോധമായി നിൽക്കുന്ന അശൂർ രാജ്യത്തിന് മാംസഭുജത്തിൻ്റെ ബലം മാത്രമാണുള്ളത്, മാനുഷികമായിട്ടുള്ള ബലം മാത്രമാണുള്ളത്. എന്നാൽ അവരെക്കാളും, അവരുടെ ദേവന്മാരെക്കാളും, അവരെല്ലാവരെയും കൂടെ കൂട്ടി ഒരുമിച്ച് ഒരു ശക്തിയായി നമുക്ക് വിരോധമായി വന്നാൽ പോലും അവരെക്കാളും ബലമേറിയ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഇത് കേട്ട് ആ യഹൂദ ജനമൊക്കെ ധൈര്യപ്പെടുകയാണ്. എന്നാലും അവരുടെ ധൈര്യത്തെ ക്ഷയിപ്പിക്കത്തക്ക അളവിൽ സൻഹരീബ് അയച്ച ചില ദൂതന്മാർ അവർ ഒരുമിച്ച് കടന്നു വന്ന് ഈ ദേശത്തിന് വിരോധമായി പല വിധത്തിലുള്ള വെല്ലുവിളി ശബ്ദങ്ങൾ ഉയർത്തുന്നത് നമുക്ക് ഈ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അവർ പറയുകയാണ്: നിങ്ങളെക്കാളും വലിയ രാജ്യങ്ങളെ പിടിച്ചടക്കിയിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നത്? എന്തിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്? നിങ്ങളുടെ ദൈവത്തിലോ? ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരിക്കലും സാധ്യമല്ല. ആ ദൈവത്തെക്കാളും വലിയ ദൈവങ്ങളുള്ള ദേശങ്ങളെ ഞങ്ങൾ കീഴടക്കിയിട്ടാണ് കടന്നു വരുന്നത് എന്നൊക്കെ പറഞ്ഞ് പല വെല്ലുവിളി ശബ്ദങ്ങൾ ആ ജനത്തിനും ആ രാജാവിനും പടനായകന്മാർക്കും അതിനേക്കാളും ഉപരി ദൈവത്തിന് വിരോധമായി തന്നെ പല വെല്ലുവിളി ശബ്ദങ്ങൾ സൻഹേരീബിൻ്റെ ദൂതന്മാർ ഒരുമിച്ച് യഹൂദാ ഭാഷയിൽ എല്ലാവരും കേൾക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ വളരെ ശക്തമായിട്ടുള്ള വെല്ലുവിളി അവർ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗത്ത് യഹൂദ ജനങ്ങളുടെ മധ്യത്തിൽ അവരുടെ രാജാവായ യെഹിസ്കിയാവും പ്രവാചകനായ യെശയ്യാവും ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. 20-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ഇത് നിമിത്തം
യെഹസ്കിയ രാജാവും ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. പ്രിയ ദൈവ പൈതലെ, ഇന്ന് പകലിലും എത്ര ശക്തമായ വെല്ലുവിളിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഈ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും ആ വെല്ലുവിളി ശബ്ദങ്ങൾക്ക് കാതോർത്ത് നിൽക്കുവാനായിട്ട് തയ്യാറാകാതെ നിലവിളിക്കേണ്ടുന്നവനിലേക്ക്, സഹായം അയക്കുന്ന പർവ്വതത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തി, നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. ഈ പ്രാർത്ഥന ഒരു നിലവിളി ശബ്ദമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തപ്പെടുമ്പോൾ, ആ നിലവിളി ശബ്ദം ദൈവത്തിൻ്റെ കാതുകളിൽ എത്തുമ്പോൾ ദൈവം ചില അത്ഭുത പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അയക്കും. തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം ഒരു ദൂതൻ അശൂർ പാളയത്തിലേക്ക് അയക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ശത്രുപാളയത്തിന് ഒരു അപകടം വിതയ്ക്കും. നിങ്ങളുടെ പ്രാർത്ഥന ശത്രുവിൻ്റെ അടിത്തറ ഇളക്കും. നിങ്ങളുടെ പ്രാർത്ഥന ശത്രുവിന് ഭയമാണ്. അവനെ തോൽപ്പിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞു വച്ചിരിക്കുകയാണ്, അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. ആ ദൂതൻ അശൂർ പാളയത്തിലേക്ക് കടന്നുപോയി അവിടെയുള്ള വീരന്മാരെയും പരാക്രമശാലികളെയും എല്ലാം സംഹരിച്ചു എന്ന് വചനത്തിൽ നാം കാണുകയാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ 2 രാജാക്കന്മാർ 19-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു പോവുക. 19-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വചനം. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. ഒറ്റ ദൂതൻ പോയി അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊല്ലത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ കരം യെഹിസ്കിയാവിനും യഹൂദായ്ക്കും, ദൈവത്തെ അന്വേഷിച്ച, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച, ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളുടെ ഹൃദയത്തെ പകർന്ന, ദൈവസന്നിധിയിൽ നിലവിളിച്ച തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒറ്റ ദൂതനിറങ്ങി ശത്രു രാജ്യത്തിൻ്റെ പാളയത്തിനകത്ത് വലിയ സംഹാരം വിതയ്ക്കുകയാണ്. തീർന്നില്ല. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ നാം കാണുകയാണ്, അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. ആരാണോ യഹൂദായ്ക്ക് വിരോധമായി വെല്ലുവിളി ശബ്ദവുമായിട്ട് ദൂതന്മാരെ അയച്ചത്, അതേ സൻഹേരിബ് ലജ്ജിച്ച് തല താഴ്ത്തി സ്വന്തം ദേശത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരികയാണ്. അവിടെയും തീർന്നില്ല. സ്വന്തം ദേശത്തിൽ മടങ്ങിപ്പോയ അദ്ദേഹത്തെ സ്വന്തം മക്കൾ തന്നെ കൊന്നുകളയുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ച നാം അവിടെ കാണുകയാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ്, ചില മണിക്കൂറുകൾക്ക് മുമ്പ് യഹൂദാദേശത്തിൽ വലിയ വെല്ലുവിളി ഉയർത്തിയ സൻഹേരീബ് തൻ്റെ അവസാനം ഏറ്റവും നിന്ദിതമായ നിലവാരത്തിൽ അവസാനിക്കുകയാണ്. ഒരു ഭാഗത്ത് സൻഹേരീബ് തകർക്കപ്പെടുമ്പോൾ മറ്റൊരു ഭാഗത്ത് 23-ാമത്തെ വചനത്തിൽ പറയുന്നു, അവൻ അല്ലെങ്കിൽ യെഹിസ്കിയാവ്, യഹൂദ രാജാവ് യെഹിസ്കിയാവ് എന്നു മുതൽ എന്നാണോ തനിക്ക് വിരോധമായി ഉയർന്നു വന്ന ശബ്ദത്തെ, വെല്ലുവിളി ശബ്ദത്തെ ദൈവം നിശബ്ദമാക്കിയത്, എന്നാണോ തനിക്ക് വിരോധമായി വെല്ലുവിളിച്ചു നിന്ന ശക്തിയെ ദൈവം നശിപ്പിച്ചത്, സംഹരിച്ചത്, തന്നെ ലജ്ജിതനായി മടക്കി അയച്ചത്, അന്നു മുതൽ അവൻ സകല ജാതികളുടെയും ദൃഷ്ടിയിൽ ഉന്നതനായി തീർന്നു. ചുരുക്കി ഇങ്ങനെ പറയട്ടെ, വെല്ലുവിളിയായി നിന്ന സൻഹേരീബ് താൻ ലജ്ജിതനായി തിരിച്ച് മടങ്ങിപ്പോകേണ്ടി വന്നപ്പോൾ മറ്റൊരു ഭാഗത്ത് ലജ്ജാകരമായ അവസ്ഥയിലൂടെ കടന്നു പോയേക്കുമെന്ന് സൻഹേരീബ് കരുതിയ, താൻ ശക്തമായി വെല്ലുവിളി ഉയർത്തിയ, താൻ ഭയപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ച യെഹിസ്കിയാവിത ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നിങ്ങളെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളി ശബ്ദങ്ങൾ നിശബ്ദമാകുവാൻ പോകുകയാണ്. ഇനി ആ വെല്ലുവിളി ശബ്ദം കേൾക്കാത്ത വിധത്തിൽ ശത്രുവിൻ്റെ വായെ ദൈവം അടയ്ക്കുവാനായിട്ട് പോകുന്നു. നിങ്ങളുടെ തലയെ ഉയർത്തുമ്പോൾ തന്നെ ശത്രുവിൻ്റെ തല കുനിച്ച് അവൻ മടങ്ങിപ്പോകേണ്ടുന്ന അനുഭവത്തിൽ നിങ്ങളെ ദൈവം മാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ തന്നെ താണിരിക്കുക, ദൈവത്തെ മാത്രം അന്വേഷിക്കുക. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ ഭാരങ്ങൾ ദൈവത്തോട് അറിയിക്കേണ്ടുന്നവനോട് അറിയിക്കുക. ദൈവം ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഇന്ന് പകലിൽ തന്നെ അത് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.